അന്ധവിശ്വാസങ്ങളെ നമ്മൾ നിഗ്രഹിച്ചേ മതിയാവും അല്ലേ? നമ്മൾ എങ്കിലേ ശാസ്ത്രവിശ്വാസികളാവണ്ട. മുന്നോട്ട് പോകാം. നമ്മളുടെ വിശ്വാസങ്ങൾക്ക് ശാസ്ത്രീയത ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ അത് വേറെ മൂഢത്തരമാണല്ലോ. അതെ, അത് തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുനടക്കാൻ പാടില്ലല്ലോ. ആളുകൾ പറയുന്നത് ചാത്തനെ വിശ്വസിക്കുന്നവർ, പണ്ടൊക്കെ ചാത്തൻ സേവ എന്ന് പറഞ്ഞാൽ നാണക്കേടായിരുന്നു. ഗോപ്യമായിട്ടാണ് ചാത്തൻ സേവ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി പറയാം, ചാത്തനെ സേവിച്ച് എന്താ കിട്ടുന്നത്? ചാത്തൻ പറഞ്ഞു കേട്ടില്ലേ, ചാത്തൻ സേവിച്ചു കഴിഞ്ഞാൽ ചാത്തൻ കൂടെ പോരും. വേറെ ഒരു ദൈവവും കൂടെ പോരില്ല. അപ്പോൾ ചാത്തൻ ആരാണെന്ന് ഭക്തജനങ്ങളോട് ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ആർക്ക് വേദനിച്ചാലും വേദനിച്ചിരിക്കും. ഇത് വേദനിക്കണം കുറച്ച്, നല്ല ശരിയാവും. ശാസ്ത്രം എന്ന് മാത്രമാണ് അർത്ഥം, അറിവ് ആണ് ശാസ്ത്രം. ആ ശ്രീധർമ്മശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ചാത്തനെ സേവിക്കണം, പഠിക്കണം, അറിവിന് വേണ്ടിയിട്ട് പഠിക്കണം. 41 ദിവസമെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ചിന്തിച്ച് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആ വിഷയത്തിൽ കൈകാര്യം. അപ്പോൾ അല്ലാണ്ട് നമ്മൾ ഏത് ഇതും പഠിക്കണമെങ്കിൽ ഉപാസന വേണം. പഠിക്കണമെങ്കിൽ മറ്റു ദൈവസങ്കല്പങ്ങളെ പോലെയല്ല, നമ്മളുടെ കൂടെ ഉണ്ടാവേണ്ട ദൈവം, ഫസ്റ്റ് എയ്ഡ് പോലെ നമ്മൾ കയ്യിലുണ്ടാവേണ്ട ദൈവം അറിവാണ്, ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ശാസ്ത്രം നമ്മുടെ കൂടെ പോരും. അറിവ് നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അറിവ് നമ്മുടെ കൂടെ പോരും. അത് കൂളിവാകയുടെ മകനാണ്, വിഷ്ണുമായ ചാത്തനാണെന്നൊക്കെ പറഞ്ഞാൽ, വിഷ്ണുമായ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ മോഹിനി ഭാവത്തിൽ ഏറ്റവും അവസാനം ജനിച്ച മനുഷ്യനാണ് ഈ പൊന്നുണ്ണി മായ എന്ന് പറയുന്നത്, കുട്ടിച്ചാത്തൻ. അത് നമ്മൾ തന്നെയാണ്. അതേ രസം. അല്ല, അറിവെല്ലാം മറ്റൊന്നും കൂടെ മനുഷ്യൻ്റെ അറിവാണ് ഏറ്റവും വലുത്. ആ അറിവാണ് സൃഷ്ടിയുടെ വൈഭവത്തെ തിരിച്ചറിയാൻ കാരണമായിരിക്കുന്ന ഏറ്റവും വലിയ ജ്ഞാനം. അല്ല, അത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അറിവ് സമ്പാദിച്ചാൽ നമുക്ക് ഉപേക്ഷിക്കാനും പറ്റില്ലല്ലോ. ഇല്ല, ചാത്തനെ സേവിച്ചു കഴിഞ്ഞാൽ കൂടെ പോന്നു കഴിഞ്ഞാൽ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞ് നടക്കുമോ? എന്തിനു വേണ്ടിയിട്ടും ശാസ്ത്രത്തെ ഉപയോഗിക്കാം. അങ്ങ് വെടിമരുന്ന് ആണ് അങ്ങയുടെ തൊഴിൽ. വെടിമരുന്ന് നിറയ്ക്കുകയാണെങ്കിൽ വെടിക്കുട്ടി ചാത്തൻ എന്ന് പറഞ്ഞൊരു ചാത്തനുണ്ട്. അതായത് വെടിമരുന്ന് നിറയ്ക്കുന്നവർക്കുള്ള ചാത്തന അല്ലേ? നായാട്ടാണ് അങ്ങയുടെ തൊഴിലെങ്കിൽ അതിനനുസരിച്ച് ചാത്തൻ. നമ്മുടെ ശാസ്ത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ബോംബുണ്ടാക്കുന്നതും ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ഈ ചാത്തനെ സേവിച്ചാൽ പിന്നെ എന്ന് സേവിച്ചുകൊണ്ടിരിക്കണം. ശാസ്ത്രം പലവിധമാണ്. ഈ ശിവൻ, അതായത് ഭൂമി, വിഷ്ണുവിൻ്റെ മോഹിനി ഭാവമായിരിക്കുന്ന കൂളിവാകയുമായി ചേർന്ന്, അതായത് പാർവതിയുടെ മായയായിരിക്കുന്ന കൂളിവാകയിൽ ചേർന്ന്. ഈ കൂളിവാക എന്ന് പറഞ്ഞ ഒന്നുകൂടെ ഒരു വാഗമരം കണ്ടിട്ടുണ്ടല്ലോ, കൂളിന്ന് കേട്ടിട്ടുണ്ടല്ലോ, കാളിയുടെ പുത്രിഭാവത്തിലാണ്. അപ്പോൾ ഈ കൂളിവായക എന്ന് പറഞ്ഞാൽ ഈ സസ്യപ്രപഞ്ചത്തിൻ്റെ മോഹിനി ഭാവമായിരിക്കുന്ന കൂളിവാകയും ചേർന്ന് ജന്തുലോകം ജനിക്കുകയാണ് ആദ്യം. ഈ വാഗമരത്തിൻ്റെ പ്രത്യേകത എന്താണ്? വാഗമരം എന്ന് പറഞ്ഞാൽ വാഗമരത്തിൻ്റെ വൈഭവത്തിൽ നിന്നിട്ടാണ് ജീവൻ ജനിക്കുന്നതിന് കാരണമായിരിക്കുന്ന നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇനിയും ശാസ്ത്രം പഠിക്കേണ്ടതുണ്ട്. പൂപ്പൽ സസ്യങ്ങളെക്കുറിച്ചും വയൽ സസ്യങ്ങളെക്കുറിച്ചും ചെറിയ സസ്യങ്ങളെക്കുറിച്ചും ഒരുപാട് പഠനങ്ങൾ നടത്തേണ്ടതുണ്ട്. ഏത് ജീവി ജനിക്കണമെങ്കിലും ഒരു ചെറിയ പൊന്തക്കാടെങ്കിലും ആവശ്യമുണ്ട്, ഇല്ലേ? ഇപ്പം ഈ കൂളിവാകയിൽ നിന്നും ജനിക്കുന്ന, അതായത് ജലത്തിൻ്റെ മായയായിരിക്കുന്ന ഈ കൂളിവാകയിൽ നിന്നും ജനിക്കുന്ന, ശൈവശക്തിയാൽ ജനിക്കുന്ന, ആ സംയോഗത്തിൽ ജനിക്കുന്ന ജലവും സസ്യപ്രകൃതിയും ചേർന്ന സംയോഗത്തിൽ ജനിക്കുന്നതാണ് ആര്? ചാത്തൻ, കരിങ്കുട്ടി ചാത്തൻ. അറിവ്. ഇതിനകത്തൊരു കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ശിവൻ കൂളിവാകയും ചേർന്ന് ജനിക്കുന്നതാണ് ചാത്തൻ. ചാത്തൻ എന്ന് പറഞ്ഞാൽ അത് കറുത്ത ഉറുമ്പ് തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ കരിങ്കുട്ടി ചാത്തൻ വരുന്നത്. അവരും ശാസ്ത്രത്തിൽ വെച്ചു. ശിവനും കൂളിവാകയും ചേർന്ന് ആ നിമിഷം കഴിഞ്ഞ് കൂളിവാക ഗർഭം ധരിച്ചു ജനിച്ചു, ചാത്തന്മാർ ജനിച്ചു. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ആക്ഷേപഹാസ്യം പോലെ പറയാൻ പറ്റുന്ന ഒരു സംഭവം. പ്രസവം നിൽക്കുന്നില്ല കൂളിവാകയുടെ. 1 പ്രസവിച്ചു, 2 പ്രസവിച്ചു, പിന്നെ പ്രസവം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കാലങ്ങളോളം. ഏതോളം 400ഓളം പ്രസവങ്ങളിങ്ങനെ നടന്നു. ഇന്ന് 390 ചാത്തന്മാരുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നവരെ അറിയാൻ വേണ്ടിയിട്ട് പറയും. അത്രയും അറിവുകളാണ്, അത്രയും ജീവലോകങ്ങളാണ്. അതായത് വിഷ്ണുവിൻ്റെ മായാമോഹിനി ഭാവത്തിലുള്ള ഈ സസ്യപ്രകൃതിയിൽ നിന്നും ഈ ലതകളുടെ ലോകത്തു നിന്നും തലകളുള്ള ലോകം ജനിക്കുകയാണ്. അത്രയും ജീവലോകം ജനിക്കുകയാണ്, ലക്ഷ്മി ലോകം ജനിക്കുകയാണ്.
ശാസ്താവിന് 2 ഭാര്യമാരുണ്ടെന്നറിയാലോ. കേട്ടിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ വാമഭാഗമായിരിക്കുന്ന ഭാര്യാഭാവത്തിൽ ശാസ്താവിൻ്റെ വാമഭാഗമായിരിക്കുന്ന 2 വൈഭവങ്ങളാണ് പൂർണ്ണയും പുഷ്കലയും. പുഷ്കല എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിൽക്കുന്ന നവമേഘങ്ങളാണ്, ജലമേഘങ്ങളെയാണ് പുഷ്കല എന്ന് പറയുന്നത്. ശാസ്താവ് അറിവാകുമ്പോൾ ആ അറിവിനാൽ ജനിക്കുന്ന അതിൻ്റെ വാമഭാഗമായിട്ട് ചേർന്ന് നിൽക്കുന്ന ജീവനെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 മാതൃഭാവമായിട്ട് മാറി നിൽക്കുന്ന 2 ശക്തികളാണ് ആകാശത്ത് നവമേഘങ്ങളിലൊന്നായിരിക്കുന്ന പുഷ്കല. മണ്ണിൽ പൂർണ്ണ നിത്യതൃപ്തമായിരിക്കുന്ന ജലം, മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിത്യ പൂർണ്ണ അവസ്ഥയിൽ നിൽക്കുന്ന ശിവൻ്റെ വാമഭാഗമായിട്ട് ചേർന്ന് ശിവൻ്റെ മാറിൽ ഈ മണ്ണിൻ്റെ മാറിൽ ചേർന്ന് കിടക്കുന്ന പൂർണ്ണ എന്ന് പറയും. പൂർണ്ണയും പുഷ്കലയും. പുഷ്കലയും അതിൽ നിന്നും ജനിക്കുന്നതാണ് എന്ത്? ഗംഗയോ? അല്ല, പുഷ്കലയിൽ നിന്നും ജനിക്കുന്നതാണ്. ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗ, അത് മഴയാണ്. ഗഗനാമ്പ് എന്ന് പറഞ്ഞാൽ മഴവെള്ളമാണ്. ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗ, അത് ഭൂമിയിൽ ശൈവത്തിൽ പതിച്ചാൽ പതിച്ചത് പത്നി, പതിക്കുന്നവൻ പതി. ഈ വേടൊക്കെ എങ്ങനെയുണ്ടായതറിയില്ല? അറിയില്ല. ഗംഗയിൽ നിന്ന് ഗഗനത്തിൽ നിന്നും ഗമിക്കുമ്പോൾ ഗംഗ, മഴയാണത്, മഴവെള്ളമാണ് ഗഗനാമ്പ്. ഗമിക്കുന്നത് ഭൂമിയിൽ പതിച്ചാൽ പാർവതി, പാർവതിയായി. അപ്പൊ പതിക്കുമ്പോഴേ ജലമാകുന്നുള്ളൂ. ഭൂമിയിൽ പതിച്ചാൽ ആ നിറമില്ലാത്ത ആ ജലം ശിവന്റെ മാറിൽ ചേർന്ന് കിടക്കുമ്പോൾ ശിവൻ പതിയാവും, പാർവതി പത്നിയുമാകും, പതിച്ചവൾ. ആ ജലത്തിൻ്റെ പേരാണ് പൂർണ്ണ. പാർവതിക്ക് നിറമില്ല, ജലത്തിന് നിറമില്ലാത്ത ജലമാണ്. ആ ജലമാണ് പൂർണ്ണാവസ്ഥയിൽ നിറമുള്ളതാകുന്നത്. മണ്ണിൻ്റെ മാറിൽ ചേർന്ന് നിത്യതൃപ്തമായിട്ട് കിടക്കുമ്പോൾ നിറമില്ലാത്ത ജലം നിറമുള്ളതാവും, ജീവനുള്ളതാവും, പൂർണ്ണ ജീവാവസ്ഥയിലാവും. അപ്പോഴാണ് പൂർണ്ണ എന്ന് പറയുന്ന അവസ്ഥ. ശാസ്താവിൻ്റെ 2 ഇടവും വലവും ഉള്ള 2 മാതൃഭാവങ്ങളായിട്ട് നിൽക്കുന്ന ജീവനെ ജനിപ്പിക്കുന്ന, സസ്യലോകത്തെയും ജന്തുലോകത്തെയും ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന 2 മാതൃഭാവങ്ങളാണ് പൂർണ്ണയും പുഷ്കലയും. അറിവിൻ്റെ 2 മാതൃഭാവം. അതെ, മനസ്സിലായി. ജീവനെ ജനിപ്പിക്കും, ശാസ്ത്രത്താൽ ജീവനെ ജനിപ്പിക്കുന്ന 2 മാതൃഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ശാസ്താവിൻ്റെ വാമഭാഗമായിട്ട് മാറി നിൽക്കുന്ന 2 മാതൃഭാവങ്ങളാണ് പൂർണ്ണയും പുഷ്കലയും. പുഷ്കലയാണ് നവമേഘം, പൂർണ്ണയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിത്യതൃപ്തമായിരിക്കുന്ന വർണ്ണത്തെ ജനിപ്പിക്കുന്ന ജലം. ആ പൂർണ്ണയിൽ നിന്ന് ജനിക്കുന്നതാണ് ആര്? തത്വമസി, അത് നീ തന്നെയാകുന്നു. സത്യകൻ, സത്യകി. സത്യകൻ സസ്യലോകം, സത്യകി എന്ന് പറഞ്ഞാൽ ജന്തുലോകം. അതാണ് ആദ്യമുണ്ടായത് ആദി, രണ്ടാമതുണ്ടായത് ഹൗരി, ഗൗരി, ഹൗവ, ആദവും ഹൗവ. പിടികിട്ടി? മനസ്സിലായോ? വേദം വരുന്നത് അറിവ് വരുന്ന വഴി. മതമുണ്ടോ അവിടെ? മതം ഇല്ല. ഉണ്ടാ. നമ്മളിവിടെ ആദി എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ് ആദ്യമുണ്ടായി. ആ ആദിയുടെ അസ്തിത്വത്തിൽ മാത്രമാണ് ഹൗരി ജനിക്കുന്നത്. ആ ആദിയുടെ, ആ സസ്യലോകത്തിന്റെ, ആ പ്ലാന്റിന്റെ അസ്തിത്വത്തിൽ മാത്രം ജനിക്കുന്നതാണ് ഹൗരി. അതായത് വൃക്ഷലോകമില്ലെങ്കിൽ ജന്തുലോകമില്ല. അല്ല, പാർവതിയില്ല, ജലമില്ല. അല്ല, ജലം ഇവിടെ എത്തില്ല. ഈ ശിവനെയും പാർവതിയുടെയും കല്യാണത്തിന്റെ ദല്ലാള് ഈ വിഷ്ണുവാണ്. കൈ പിടിച്ചു കൊടുത്ത ആള് ഹിമവാനാണ്. മനസ്സിലായി? ഹിമവാന്റെ പുത്രീഭാവത്തിലാണ്. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മള് ശബരിമല എന്നുള്ളതൊന്ന് മാറി പോവാ, മാറി നിന്നില്ലെങ്കിൽ പോലും. അപ്പൊ ഈ ഭഗീരഥ പ്രയത്നം എന്ന് പറയുന്നത് മഴയെ പെയ്യിക്കുന്ന ജോലി, ജീവനെ ജനിപ്പിക്കുന്ന ജോലിയും കൂടിയാണ്. ശാസ്താവിനാലാണ് ഭഗീരഥ പ്രയത്നത്തെ വളരെ സിമ്പിളാക്കുന്നത്. കടലിൽ കിടക്കുന്ന ജലം നമ്മുടെ ഇവിടെ വന്ന് പെയ്യണമെങ്കിൽ അത് ശാസ്ത്രത്തിൻ്റെ വൈഭവത്താലാണ്. നരൻ്റെ ഒപ്പം നാരായണ ജ്ഞാനത്താൽ അവതാരമായി മാറുമ്പോഴാണ്, ജ്ഞാനിയായിട്ട് മാറുമ്പോൾ മാത്രമാണ് ജലത്തെ, നാരത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ ശാസ്ത്രവിധത്തിൽ കഴിവുള്ളവൻ്റെ പേരാണ് മാനവൻ, മനുഷ്യൻ. അതായത് നാരത്തെ, ജലത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ ഈ മഹാവൃക്ഷ പ്രകൃതിക്കൊപ്പം ജ്ഞാനത്താൽ കഴിവുള്ളവൻ അവനാണ് നാരായണൻ. അപ്പം നരനും നാരായണൻ എങ്ങനെയാണെന്ന് അറിയാം? നരൻ അവിടെ നിന്നാൽ മതി, നാരിങ്ങ് വരും. മനസ്സിലായുള്ള അവസ്ഥ. അതെ, ശിവൻ ചുട്ടുപഴുത്ത് അവിടെ പുള്ളി വെന്ത് വെണ്ണീറായാലും ശിവൻ ജലത്തെ അന്വേഷിച്ച് പോവില്ല. ഈ ആള് കൊണ്ടൊക്കെ തരും. ഇവിടെ ഈ വൃക്ഷം,
ഈ സസ്യപ്രകൃതി, ഈ വിഷ്ണു, ഈ നരൻ പാർവതിയെ ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് എല്ലാളായിട്ട് ഇവിടെ നിൽക്കുക. ഇത് വലിയ തമാശ, ഇത് ആശ്ചര്യജനകമാണുള്ളത്. അതെ, ഇതെല്ലാം ഇങ്ങനെയാണ്. അത് ഇത് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ മൺസൂണിനെ, അതായത് 4000 കിലോമീറ്റർ അപ്പുറത്ത് ഇന്ത്യൻ സമുദ്രത്തിൽ നിന്നും മൺസൂണിനെ ഈ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക്, വായുവിൻ്റെ സാന്ദ്രത കുറച്ച് ഈ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലേക്ക് കൊണ്ടുവരുന്നത് പാർവതിയുടെ പിതാവായിരിക്കുന്ന ഹിമവാനാണ്, പർവ്വത രാജനാണ്. ആ രാജന്റെ മകളായി എത്തുന്നവൾ അതുകൊണ്ടാണ് ഹിമവൽ പുത്രി എന്ന് പറയുന്നത്. അതെ, അവിടെയാണ് ആ അച്ഛൻ കൊടുത്തതാണ് ശിവൻ താമസിക്കുന്ന പാർവതി സമേതം. ലോകത്തിൽ ഏറ്റവും ഉയർന്ന മഹിയും ഹിമയും വസിക്കുന്നിടം ഹിമാലയം. വിലാസിനിയാകുന്നവൾ, വിലാസത്തെ തീർക്കുന്നവൾ, നാമമില്ലാത്തവനും നാണമില്ലാത്ത ജീവലോകത്തിന് അഡ്രസ് ഉണ്ടാക്കുകയാണ്. നമുക്കെല്ലാം വിലാസം ഉണ്ടാക്കുന്നത് കൈലാസമാണ്. സർവ്വലോകത്തിനും വിലാസമുണ്ടാക്കുന്നവൾ വിലാസിനി, അത് പാർവതിയാണ്. അപ്പോൾ വിലാസമുണ്ടാക്കുന്നത് കൈലാസമാണ്. ആർക്ക്? ശിവന്. ശരീരമാകുവാൻ വിലാസമുണ്ടാക്കുന്നത് നാമമില്ലാത്തവനാണ് ശിവൻ, നാണമില്ലാത്തവനുമാണ്. അവനെ ഈ വൈഷ്ണവമായിരിക്കുന്ന ആ ഹരിതലോകത്താൽ വസ്ത്രം ധരിപ്പിക്കുന്നവർ ദിഗംബരനാണ്. ദിക്ക് വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. നാമമില്ല, നാണമില്ല, രൂപമില്ല, ഭാവമില്ല, അങ്ങനത്തെ ആളാണ്. ഊവയാണ്. ഊ എന്ന് പറയുന്നവനെ കൊണ്ട് ഓം എന്ന് പറയിക്കുന്നവൾ നമയാണ്. ആ നമയുടെ മായയാണ് നമ്മൾ. നമ്മുടെ നാമവും നമയുടേതാണ്. നമ്മുടെ നാണവും നമയുടേതാണ്. നമ്മുടെ വസ്ത്രവും ഈ തമയുടെ കാരുണ്യത്താൽ വൈഷ്ണവമാണ്. നമ്മുടെ വസ്ത്രം പോലും വൃക്ഷലോകത്തിന്റെ പിതൃസ്ഥാനമായിരിക്കുന്ന വൃക്ഷലോകത്തിന്റെ സംഭാവനയാണ്. ഇതുപോലും അതല്ലേ എല്ലാം കൂടെ കൂട്ടി സന്നിധാനത്ത് എഴുതി വെച്ചിരിക്കും തത്വമസി. അത് നീ തന്നെയാകുന്നു. അതായത് തത്വം വേറെ എഴുതി വെച്ചിട്ടില്ലല്ലോ. ഇല്ല. അതായത് പൂർണ്ണയിൽ നിന്നും പുഷ്കലയിൽ നിന്നും ശാസ്ത്രത്തിന്റെ വൈഭവത്താൽ ജനിക്കുന്ന ജീവൻ. അത് 2 അവസ്ഥയുണ്ട്. അതിന് സസ്യലോകവും ജന്തുലോകവുമാണ്, പ്ലാന്റും അനിമലുമാണ്. ആ സസ്യലോകത്തിൻ്റെയും ജന്തുലോകത്തിൻ്റെയും ജീവന് വേണ്ടിയിട്ടാണ് ശബ്ദത്തെ ജനിപ്പിക്കുന്ന ശബരിപീഠത്തിൽ ആ ലോകമാതാവിനെ പ്രതിഷ്ഠിക്കുന്നത്. ആ ശാസ്ത്രമാണ് അവിടുത്തെ. ദേവലോക മാതാവെന്ന്. ദേവലോക മാതാവ്, ജൈവലോക മാതാവ് എന്നാണ് ശരിക്കും പറയുന്നത്. ജൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. ജീവൻ ജനിച്ച ഇടായതുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട്. എന്നിട്ട് ഇപ്പോഴും പറയുന്നത് ആഫ്രിക്കയിലാണെന്ന് പറയുന്നത്. അല്ല, അവിടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞാൽ ജീവന്റെ സ്വന്തം നാട്. ജീവൻ ജനിച്ചിടം വാമനപുരം നദി ഒഴുകുന്ന, അതായത് ബീജകുംഭ സംഭവ സ്ഥാനം. ജംബൂദ്വീപിൽ നിന്ന് ഏഷ്യ ഭൂഖണ്ഡത്തിന് പേര് വരാൻ കാരണമായിരിക്കുന്ന ബീജകുംഭ സംഭവ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഈ അഗസ്ത്യകൂടമാണ്. ബീജകുംഭ സംഭവ സ്ഥാനം എന്ന് പറയുന്നത് അഗസ്ത്യകൂടമാണ്. അവിടെ ബീജം ജനിക്കണമെങ്കിൽ അതിൽ നിന്നും ബീജം ജനിച്ചതിന് ശേഷം അതിൽ നിന്നും ജീവൻ ജനിക്കണമല്ലോ. ആ ജീവകുംഭ സംഭവസ്ഥാനമാണ് ശബരിപീഠം. ആ ശബരിപീഠമാണ് ദ്രാവിഡ പീഠത്തിൻ്റെ പീഠമായിട്ടുള്ള ലോകമാതാവായിരിക്കുന്ന ജലത്തെ ഭൗമോപരിതലത്തിൽ സമുദ്രത്തിൻ്റെ നിരപ്പിനെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഉറപ്പിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശബരിപീഠം. അപ്പം അതിൻ്റെ ശാസ്ത്രവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും സംസാരിച്ച് പോകുമ്പോഴത്തേക്കും ആ ഒരു ശാസ്ത്ര വിഷയത്തിലേക്ക് വരും. എന്തുകൊണ്ടാണ് വൈഷ്ണവ ശക്തിയുടെ ഇത്രയും വൈഭവം? ആ വൈഭവത്തിന് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം സഹിച്ച് 41 ദിവസം വ്രതമെടുത്ത് ഭാവിക്ക് വേണ്ടിയിട്ട് എങ്ങനെ അയ്യപ്പഭക്തന്മാരെ വനവാസികളായിട്ട് വനപരിപാലനം ചെയ്യുന്നു? ഇത് അറിഞ്ഞുകൊണ്ടാണ് ഇനിയും അനേകം ഇരട്ടി ഭക്തന്മാരവിടെ എത്തും. നമ്മുടെ ദേവസ്വം ബോർഡ് ആദ്യം ഇതൊക്കെയാണ് പഠിക്കുന്നത്. നമ്മുടെ ഭക്തജനങ്ങളും അതാണ് പഠിക്കേണ്ടത്. ആദ്യം എന്താണ് ശാസ്താവെന്ന് പഠിക്കണം. ശാസ്ത്രം എന്താണെന്ന് പഠിക്കണം. അയ്യപ്പൻ ആരാണെന്ന് പഠിക്കണം. ലോകമാതാവ് ആരാണെന്ന് പഠിക്കണം. ശിവൻ എന്താണെന്ന് പഠിക്കണം. വിഷ്ണു എന്താണെന്ന് പഠിക്കണം. അതിനുശേഷം വരെ വാവരാരാന്നറിയാം. അതാ കഴിഞ്ഞു മതി. ആദ്യം നമ്മൾ ആരാധിക്കുന്നത് എന്തിനെയാണ്, നമ്മളുടെ ദേവസങ്കല്പം എന്തിനെയാണെന്ന് പറയുമ്പോൾ അത് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയണമെങ്കിൽ അത്രയും അറിവുണ്ടാവും. അപ്പൊ അങ്ങിത് എവിടുന്നാണ് ഇത് ശേഖരിച്ച് എവിടുന്നാണ് അങ്ങേക്ക് കിട്ടിയെന്ന്
അതൊരു വലിയ വലിയ ചോദ്യമായി പോകും ഞാൻ ചോദിക്കുമ്പോൾ. അങ്ങ് 10-20 വർഷത്തെ ഈ തപസ്സിൻ്റെ ഫലമായിട്ട് എനിക്ക് അനുഗ്രഹിച്ചു തന്നതാണ് ഈ പ്രപഞ്ചം ചേർന്നത്. ഈ മഹാവൃക്ഷ പ്രകൃതി, ആ മഹാവൃക്ഷ പ്രകൃതിയുടെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് ഇതിപ്പോൾ അങ്ങിത് വിളമ്പി തീരണ അങ്ങ് മുമ്പേ പറഞ്ഞാൽ 1 വർഷം കൊണ്ടൊന്നും വിളമ്പി തീരില്ല. വിളമ്പി തീർന്നാലും ഉണ്ട് തീരില്ല. വിളമ്പി തീർന്നാലും ഉണ്ട് തീരില്ല. ഒരുപാട് സന്തോഷമുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ അന്ധവിശ്വാസത്തിന്റെ ലോകത്താണ്. തന്നെയുമല്ല, ഇത് വിളമ്പുമ്പോൾ ഉണ്ണാൻ പാകത്തിനുള്ളയിടത്ത് വിളമ്പണ്ടേ. ഇത് ഉണ്ണാൻ പാകത്തിന് ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് പോലും ഇത് അങ്ങിത് പറയുമ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവുന്നുള്ള ഞാൻ ആ മാമെന്ന് പറയുന്നതല്ലാതെ ഹൃദിസ്ഥമാവണ്ടേ ഇത്. അത് എളുപ്പമല്ല. എന്തായാലും ഈ മണ്ഡലകാലത്ത് ഈ ലോകം, ഈ ബ്രഹ്മാണ്ടമായിട്ടുള്ള അറിവ് അത് ശബരിമലയാണ്. ശബരിമല കേന്ദ്രീകരിച്ചാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്, അയ്യപ്പനുമായി ബന്ധപ്പെട്ടാണ്, അറിവുമായി ബന്ധപ്പെട്ടാണ്, ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ്. ഇത് പഠിച്ചാൽ തീരാൻ ബുദ്ധിമുട്ട് തന്നെയാണ്, പഠിച്ച് തീർക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും ഈ ബ്രഹ്മാണ്ടമായ അറിവ് ഈ സമയത്ത് അങ്ങ് സന്തോഷിച്ച് ഇത് ഇങ്ങനെ വിളമ്പി തരുമ്പോൾ ഇത് സമാജം അത്ര കണ്ടതിനെ സ്വീകരിക്കേണ്ട ആവശ്യകതയുടെ സന്ദർഭത്തിലും സമയത്തിലുമാണ് ഇപ്പം നിൽക്കുന്നത്. നമ്മൾ അറിവില്ലാതെ അലയുന്നവരായതുകൊണ്ട് മാത്രമാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നത്. ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ ഉണ്ടാവില്ല. എന്താണ് ശാസ്താവ്, എന്താണ് ഭക്തി, എന്താണ് വിശ്വാസം, എന്താണ് അറിവ് എന്ന് മനസ്സിലായാൽ ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാവില്ല. ഏക മനസ്സോടെ എല്ലാവർക്കും സന്തോഷകരമായി ജീവിക്കാം. ദൈവത്തിന്റെ പേരിൽ നമ്മൾ അകലുകയല്ല വേണ്ടത്, അടുക്കുകയാണ് വേണ്ടത്, ഒന്നാവുകയാണ് വേണ്ടത്. ദൈവത്തിന്റെ പേരിൽ നമുക്ക് ഒന്നാവണം. ദൈവം ഒന്നാണ്, പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഒന്നായിക്കൂടാ? അതെ അല്ലേ? നമ്മുടെ അറിവ് നമ്മളെ ഒന്നാക്കുകയാണ് ചെയ്യുന്നത്. അറിവ് നമ്മളെ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അറിവാണ് നമ്മളെ ചേർത്ത് വയ്ക്കുന്നത്. ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, ഏത് കൊച്ചുകുട്ടിയെ കണ്ടാലും ഞാൻ പറയാണ്, അറിവിൽ നിന്നാണ് സ്നേഹം ജനിക്കുന്നത്. അതെ അല്ലേ? അതെ. അറിവിൽ നിന്ന് സ്നേഹം ജനിക്കും, സ്നേഹത്തിൽ നിന്ന് ആനന്ദം ജനിക്കുന്നു, ആനന്ദത്തിൽ നിന്നാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിന് മോക്ഷം, മുക്തി എന്നൊക്കെ പറയുന്നത്. അതാണ് നമുക്ക് സ്നേഹം ആവോളം കിട്ടുക, അതുകൊണ്ട് നമുക്ക് ആനന്ദം ഉണ്ടാവുക. അതാണ് ശരിക്കും നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മൾ നിരവധിയായിട്ടുള്ള ആളുകൾ സ്നേഹിക്കട്ടെ, നമ്മൾ സ്നേഹിക്കപ്പെടട്ടെ, നമുക്ക് സ്നേഹം കൊടുക്കുവാൻ കഴിയണം ഏത് സമാജത്തിനും, ഏത് ജീവലോകത്തിനും. മണ്ഡലകാലം സ്നേഹത്തിൻ്റെ കാലമായി തീരണം. തീർച്ചയായിട്ടും ശരണം വിളിക്കണം. ഇപ്പോഴാണ് ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു തരാൻ പാകത്തിന് നമ്മൾ ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുന്നവരാണ്. ഒരു വടി പോലും ഇല്ലാതെ അത്രയും വലിയ കാനനത്തിലേക്ക് പോകുവാൻ, ആ ശരം കുത്തിയിൽ ശരത്തെ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുന്ന ജ്ഞാനികളായിട്ടുള്ള പൂർവികരായിട്ടുള്ള നമ്മുടെ സൂര്യ തേജസ്വികളായിട്ടുള്ള നമ്മളുടെ മുഴുവൻ ഋഷീശ്വരന്മാരുടെയും അറിവുകളെ ചേർത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ ശാസ്ത്രപീഠത്തിലെ കൂടുതൽ അറിവുകൾക്കായിട്ട് നമുക്കെത്താം. എൻ്റെ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. എല്ലാവരും ഈ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടായാലും. ഇത് ഒരു ഹൈന്ദവീയത എന്ന് പറഞ്ഞാൽ ഹൈന്ദവമായിട്ടുള്ള ശാസ്ത്രചിന്തയിൽ വിശ്വസിക്കുന്നവരുടെ പേരാണ് ഹൈന്ദവർ. ഇതൊരു മതമല്ല. മതമാക്കാൻ ആര് ശ്രമിച്ചാലും അത് വൃഥാവിലാവുകയുള്ളൂ. അതാണ് സത്യം. മതത്തിനതീതമാണ് മനുഷ്യൻ. മതം നിന്നു പോകും, ശാസ്ത്രം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ശസ്ത്രത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വാചിയുടെ പുറത്താണ് ശാസ്ത്രം സഞ്ചരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാം? ശാസ്താവിൻ്റെ വാഹനം വാചിയാണ്. ചിറക്കുകളുള്ള കുതിരയുടെ പുറത്താണ് ശാസ്ത്രം സഞ്ചരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പോഴാണ് ഏറ്റവും വലിയ രസം. ഏറ്റവും പയ്യെ വളരെ മനോഹരമായി സഞ്ചരിക്കുന്ന ബ്രഹ്മാവിൻ്റെ രാജഹംസത്തെ, ജീവൻ്റെ രാജഹംസത്തെ ഏറ്റവും സ്ലോവിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രം ഇത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ശാസ്ത്രത്തെക്കാൾ വേഗത്തിൽ ബ്രഹ്മാവിനെ സഞ്ചരിക്കാൻ, ജീവനെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ബ്രഹ്മശക്തിയായിരിക്കുന്ന ബ്രഹ്മാവിനെ ഏറ്റവും സ്ലോവിൽ, ഏറ്റവും മനോഹരമായിട്ടുള്ള നട അന്നനടയാണ്. അത്രയും മനോഹരമായിട്ട് വളരെ സ്ലോവിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രം വാചിയുടെ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ആ വാചിയിൽ വിശ്വസിക്കുന്നവരാകാം രോഗത്തെ, ദുഃഖത്തെ എല്ലാം ശാസ്ത്രത്താൽ നമുക്ക് മറികടക്കുവാൻ കഴിയും. പുതിയ ഒരു യുഗം, അറിവിൻ്റെ ഒരു യുഗം നമുക്ക് ഇവിടെ തുറക്കുവാൻ കഴിയും.
എല്ലാവരും മോഹൻജി ഇതിനു വേണ്ടിയിട്ട് എന്നെ കാണാൻ വേണ്ടിയിട്ട് എത്രയോ ദൂരം നിന്നാണ് ഇവിടെ വരുന്നതെന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റും. എന്തായാലും എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നൊന്നും അറിയില്ല. അതെ, എന്തായാലും വലിയ സന്തോഷം. ശബരിമലയുടെ പേരിലും ശാസ്താവിൻ്റെ പേരിലും ഒന്നും നമ്മൾ ഒരിക്കലും, ശാസ്ത്രത്തിൻ്റെ പേരിൽ ഒരിക്കലും വിഭാഗീയത സൃഷ്ടിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഒന്നായി ചേരുകയാണ് വേണ്ടത്. അറിവാണ് നമ്മളെ ഒന്നാക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.